എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഉന്നതമായ ഒരു കാര്യമാണ്. സ്വർഗത്തിന് യേശുവിന് നമ്മളോട് വളരെ സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. അച്ഛൻ 1994 പട്ടം കിട്ടിയ അച്ഛനാണ്. 94 പട്ടം കിട്ടിയിട്ട് എനിക്ക് ഇങ്ങനെ സന്തോഷം കൂടി വരികയല്ലാതെ സന്തോഷം കുറയണില്ല. അപ്പോൾ അതിന് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ആദ്യം തന്നെ കർത്താവ് തന്നൊരു കൃപ, ഈ കർത്താവിൻ്റെ നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളെ കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരാൻ ഒരു പ്രചോദനം കർത്താവ് തന്നു. അത് ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ തിരുലിഖിതത്തിലൂടെയാണ് കർത്താവ് എന്നോട് പറഞ്ഞത്. കർത്താവ് എന്നോട് പറഞ്ഞെങ്ങനെയാണ്, എൻ്റെ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം, എന്താണ് എൻ്റെ ആലയം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വിലപ്പെട്ട മക്കൾ, കർത്താവിൻ്റെ വിലപ്പെട്ട ഓരോ മക്കളും ഓരോ മകനും മകളും തകർന്നു കിടക്കുന്ന സമയത്ത് നിങ്ങൾക്കിങ്ങനെ എന്താണ് നിങ്ങളുടെ കാര്യങ്ങളിൽ സുഖമായി മുഴുകിയിരിക്കാനുള്ള സമയമാണോ, മച്ചിട്ട ഭവനങ്ങളിൽ സുഖമായി വസിക്കാനുള്ള സമയമാണോ എന്ന് ഒരു ചോദ്യം. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ ഞാൻ റെഡിയാണ്, എന്താണ് ചെയ്യേണ്ടത് എന്ന് അങ്ങ് പഠിപ്പിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, അതിനുശേഷമാണ് കർത്താവ് ഇങ്ങനെ ശുശ്രൂഷയുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ പാപത്തിൽ ഇരിക്കുന്ന ഒരാത്മാവിനെ പാപത്തിൽ നിന്ന് വിശുദ്ധിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എനിക്കൊരു തീഷ്ണത, ഒരു ആഗ്രഹം, ഒരു ദാഹം നൽകിയത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 43 തൊട്ട് 48 വരെ വാക്യങ്ങൾ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 43 തൊട്ട് 48 വരെ വാക്യങ്ങൾ. ഈ വചനം നിങ്ങൾ എല്ലാവരും ചേർന്ന് ആദരം ഒരുമിച്ചൊന്ന് വായിച്ചു നോക്കിക്കേ. നിന്റെ കൈ, ഇങ്ങനെ വായിച്ചാൽ പോരാ, നല്ല സ്ഫുടമായിട്ട് എല്ലാവരും ചേർന്ന് വായിച്ചോ, ഒരുമിച്ച് വായിച്ചേ നോക്കട്ടെ. അത് വെട്ടിക്കളയുക. അപ്പോൾ നരകത്തിൽ എന്താ ഉള്ളത്? നരകത്തിലെ കെടാത്ത അഗ്നി. എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകാത്തൊരു കാര്യമാണ് ഈ നരകം എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടോ എന്നുള്ളത്. നരകത്തിലെ കെടാത്ത അഗ്നിയിൽ നിബന്ധിക്കുന്നതിനേക്കാൾ നല്ലത് അംഗഹീനനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. അടുത്തതോ, നിന്റെ പാദം നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ അത് മുറിച്ച് കളയുക. 2 പാദങ്ങളുള്ളവനായി നരകത്തിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് മുടന്തനായി ജീവനിലേക്ക്. അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന എപ്പോഴും അടയാളം ജീവനാണ്, നരകത്ത് മരണമാണ് നരകം. അടുത്തത്, നിന്റെ കണ്ണുമൂലം നിനക്ക് ദുഷ്പ്രേരണ ഉണ്ടാകുന്നുവെങ്കിൽ അത് കുത്തിപ്പറിച്ച് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. 2 കണ്ണുകളുള്ളവനായി പുഴു ചാകാത്തതും തീ കെടാത്തതുമായ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണോടുകൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഇവിടെ എല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. നരകത്തെക്കുറിച്ച് പറയുമ്പോൾ നരകത്തിന് നൽകുന്ന വിശേഷം ശ്രദ്ധിച്ച് നോക്കിയേ. ഇത് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്ന കാര്യമല്ല. നിങ്ങളും നിരവധി പേര് എൻ്റെ കൂടെ എൻ്റെ പോലെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്താ വായിച്ചു നോക്കിയേ, പുഴു ചാകാത്തതും തീ കെടാത്തതുമായ നരകം. പുഴു ചാകാത്തതും തീ കെടാത്തതുമായ നരകാഗ്നി. അതിന് തൊട്ട് മുകളിൽ എന്താ വായിച്ചത്? മുകളിൽ എന്താ വായിച്ചു നോക്കി, മുകളിലേക്ക് പോട്ടെ. എന്താ പറയുന്നത്? നരകത്തിലെ കെടാത്ത അഗ്നി. നരകത്തിലെ കെടാത്ത അഗ്നി. ഞാൻ ഫിലോസഫി തിയോളജി എല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം ഉപേക്ഷിച്ചത് ഈ ചിന്തയാണ്. ഇത് കർത്താവ് എന്തെങ്കിലും ഒരു ആശയം പറഞ്ഞതായിരിക്കും, അല്ലാതെ അങ്ങനത്തെ ഒരു സ്ഥലമൊന്നുമില്ല. ഒരു സ്റ്റേറ്റ് ഓഫ് ലൈഫ്, അല്ലാതെ അങ്ങനെ ഒരു നരകം എന്ന് ഞാൻ നോക്കട്ടെ. നിങ്ങൾ ഇങ്ങനത്തെ പുഴു ചാകാത്ത തീ കെടാത്ത നരകത്തിൻ്റെ അഗ്നി ഇങ്ങനെ കത്തിയിരിക്കുക. അങ്ങനെ വിശ്വസിക്കുന്നവരൊന്ന് കൈ ഉയർത്തണ്ട. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? എൻ്റെ കൂട്ടത്തിൽ വിശ്വസിക്കാത്തവരൊന്ന് കൈ, ആരുടെ കൈ ഉയർത്തണമെന്ന് ഇപ്പോൾ സംശയമായി. നരകമുണ്ട്, ഇങ്ങനെ പുഴു ചാകാത്ത തീ കെടാത്ത നരകാഗ്നി ഉണ്ട്, അങ്ങനെയുള്ളവരൊന്ന് കൈ ഉയർത്തിക്കുക. ഞാനധികം വിശ്വസിച്ചില്ല, നിങ്ങൾ വിശ്വസിക്കുന്നവരൊന്ന് കൈ ഉയർത്തിക്കേ. 1, 2, 7, 15 ഇത്രയേ ഉള്ളൂ. ആകെ 15 പേര് വിശ്വസിക്കുന്നുണ്ട്. പുഴു ചാകാത്തത് തീ കെടാത്തതുമായ നരകം, തീ കെടാത്ത നരകാഗ്നി 15 പേര് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ തന്നെ ഫിലോസഫി തിയോളജി പഠിച്ചപ്പോൾ ഇത് എൻ്റെ തലേന്ന് പോയി കിടക്കാറ്. എൻ്റെ ബുദ്ധി വികസിച്ച് ആദ്യം എടുത്തു കളഞ്ഞ് ഇങ്ങനത്തെ സാധനമൊക്കെ എടുത്തു കളഞ്ഞു. ദൈവം സ്നേഹമാണ്, ദൈവം കരുണയാണ്, ദൈവം എൻ്റെ അപ്പനാണ്, ഇതൊക്കെയാണ് എൻ്റെ ബുദ്ധിയിലേക്ക് കയറിയത്. അതിൽ തെറ്റുണ്ടോ? ഇല്ല.
ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ നല്ല പരിപാടിയാണുള്ളത്, പിടികൊടുക്കാതിരിക്കുക. ദൈവം സ്നേഹമാണ്, ദൈവം കരുണയാണ്, ദൈവം അപ്പനാണ്. തെറ്റുണ്ടോ? ഇല്ല, അതിൽ തെറ്റില്ല. അതുകൊണ്ട് നരകയില്ല. അടുത്ത കൺക്ലൂഷൻ. ഇങ്ങനെ ഒരുപാട് പേരെ പിശാച് വഞ്ചിച്ചിരിക്കുകയാണ്. അതിൽ വൈദികരുണ്ടാകാം, എന്നെ പോലുള്ളവരുണ്ടാകാം, നിങ്ങളെപ്പോലുള്ളവരുണ്ടാകാം, കുട്ടികളുണ്ടാകാം, യുവതിവാക്കന്മാരുണ്ടാകാം. എന്നാൽ ഈശോയ്ക്കും മാതാവിനും സ്വർഗത്തിനും ഒറ്റ കാര്യമേ മാറ്റമില്ലാതെ പറയാനുള്ളൂ. പുഴു ചാകാത്തതും തീ കടാത്തതുമായ നരകാഗ്നി ഉണ്ട്. നരകാഗ്നി ഉണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് ഒരുപാട് പേര് അതിൽ നിപതിക്കും. ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും രക്ഷപ്പെട്ടു പോകാനും പറ്റും. അതിനുവേണ്ടി ഒരു മുന്നറിയിപ്പായിട്ട് എന്നെ അയച്ചിരിക്കുകയാണ്.